ഒരു സിനിമയെ പോലെ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെ നമുക്ക് അങ്ങനെ പ്രാദേശികവൽക്കരിക്കാമോ? അല്ലെങ്കിൽ ഒരു പ്രാദേശിക സംവരണം വേണം, ഭാഷാ സംവരണം വേണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ നമ്മൾ കല. ഇപ്പം രാമായണം ലോകത്ത് വേറെ ഇടത്തും പിന്നെ വായിച്ചുകൂടാ, അല്ലെ വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ അല്ലല്ലോ. കല എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്, കലാകാരനെ എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്. അപ്പം രജനീകാന്തിന്റെ സിനിമയ്ക്ക് കൊടുത്തതുപോലെ അപ്പൊ അതുകൊണ്ട് നമുക്ക് മലയാള സിനിമയ്ക്ക് സംവരണം കൊടുക്കണം എന്ന് പറയുന്ന ആസ്വാദനത്തിൽ സംവരണം കൊടുക്കാൻ പറ്റില്ല. അതെ, പക്ഷെ അങ്ങനെ ഒരു സംവരണം കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രതിഭാസമാണ്, ഇതൊരു ഉത്സവമാണ്. ഇപ്പം ഓണം വരുന്നു, പിന്നെ ക്രിസ്മസ് വരുന്നു, അതുകൊണ്ട് നമുക്ക് വിഷുവും ഓണം ആക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതിന് ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഇതൊരു ഓണമാണ്, ഇതൊരു ക്രിസ്മസ് ആണ്. പണ്ട് മുതലേ ഇപ്പം കർണാടകത്തിലുള്ളതുപോലെ മലയാള സിനിമകൾക്കൊരു ടാക്സിന്റെ കാര്യത്തിൽ പല ആൾക്കാരും ഇതിനു മുമ്പ് പല ശ്രമങ്ങൾ നടത്തിയാണ്. കാരണം മറ്റ് അന്യഭാഷാ സിനിമകൾ ഇവിടെ വരുന്നതിന് നോർമൽ ടാക്സും മലയാളത്തിന് കുറച്ചൊരു ടാക്സ് ഡിഡക്ഷൻ, അതായത് ഈ എന്റർടൈൻമെന്റ് ടാക്സിൽ ഒരു വ്യത്യാസം കൊടുക്കണമെന്ന് അപ്പം അത്തരം ഒരു വ്യത്യാസം കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലെ സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഗവൺമെന്റിന്. കാര്യം മറ്റുള്ള ഇപ്പം തമിഴോ അല്ലെങ്കിൽ ഹിന്ദിയോ സിനിമകൾക്ക് കേരളം അല്ലല്ലോ അവരുടെ മെയിൻ മാർക്കറ്റ്. അപ്പം അത്തരം സിനിമകൾക്ക് ഇവിടെ ടാക്സ് ഇത് കൊടുക്കാതെ ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകയിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടാണ്. അവരുടെ ഭാഷയിലുള്ള അങ്ങനെ ഒരു കുറെ അവർക്ക് ചെറിയ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ കന്നഡ സിനിമയ്ക്ക് അതിനൊരു ഇപ്പം നമ്മൾ കന്നഡ ഭാഷയിൽ ഇപ്പം നമുക്ക് മറ്റൊരു ഭാഷയിൽ നിന്നൊരു സിനിമ അവിടെ ഡബ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കന്നഡ ഭാഷയിലേക്ക് വേറൊരു ഭാഷയിൽ നിന്നും പടം ഡബ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ കന്നഡ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതേ ഭാഷയിൽ തന്നെ അവിടെ നമുക്ക് പ്രദർശിപ്പിക്കണം. പക്ഷെ അതിന് ടാക്സ് വ്യത്യാസമുണ്ട്, ടാക്സ് കൂടുതലാണ്. കന്നഡ സിനിമകൾക്ക് ടാക്സ് കുറവാണ്. പക്ഷെ ഇവിടെ മലയാളത്തിൽ നിന്നല്ല, ഏത് ഭാഷയിൽ നിന്നും ഡബ് ചെയ്യാം, മലയാളമായിട്ട് തന്നെ ഡബ് ചെയ്ത് വരും. തെലുങ്കിലെ എത്രയോ സിനിമകൾ ഒരു സമയത്ത് അത് ട്രെൻഡായിരുന്നു. തെലുങ്കിലെ എല്ലാ സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരിക. അപ്പം വളരെ നിസ്സാര എമൗണ്ടിന് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിസ്സാര പണം മുടക്കി ഡബ് ചെയ്യിച്ച് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഒരു മലയാള സിനിമയ്ക്കൊപ്പം തന്നെ ഒരു ഹൈപ്പ് കൊടുത്തിട്ട് മലയാള സിനിമ പോലെ കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വേണമെങ്കിൽ ടാക്സിന്റെ കാര്യത്തിൽ മലയാള സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യാന്നുള്ളത് ഗമിച്ച്, അല്ലാതെ നമുക്കൊരു സിനിമ ഇവിടെ റിലീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ കവാലി എന്ന സിനിമയ്ക്ക് കൊടുത്ത അതേ ഹൈപ്പ് മറ്റൊരു മലയാള സിനിമ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ സമ്മതിക്കും? അപ്പൊ എന്ത് ഗ്യാരണ്ടിയിലാണ് അവർ അത്രയും ഹൈപ്പ് കൊടുത്ത് അത്രയും ചെലവാക്കുന്നത്? ചെലവാക്കുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി വരണ്ടേ? തീർച്ചയായിട്ടും. അതായത് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ പറയാണ്, മലയാള സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഡേറ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നേരെ മറിച്ചൊരു അന്യഭാഷ ചിത്രം, ഇപ്പം സൂര്യ ചിത്രം, വിജയ് ചിത്രം, രജനീകാന്ത് ചിത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അതേ തിയേറ്റർ പാർട്ടി നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് നമുക്ക് വേണ്ട സഹായം എന്ന് വെച്ചാൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ അവർ തരും. നേരെ മറിച്ച് സാധാരണ മലയാള പടത്തിന് നമ്മളൊരു തിയേറ്ററിലേക്ക് ഡേറ്റ് ചോദിക്കുന്ന സമയത്ത് അവർ വെയിറ്റ് ചെയ്യാൻ പറയും. അതിലും വലിയ പടങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കിയിട്ടൊക്കെയാണ് അവർ നമുക്ക് ഡേറ്റ് തരുന്നത്. എപ്പോഴും അന്യഭാഷ ചിത്രങ്ങൾക്ക് ഈ അടുത്ത കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാളും പ്രാതിനിധ്യം അന്യഭാഷ ചിത്രങ്ങൾ കിട്ടുന്നുണ്ട്. അത് ഇപ്പോൾ എന്നല്ല, ഒരു കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു കാര്യമാണത്. പ്രിന്റഡ് മീഡിയ ഇതിനെ എങ്ങനെ കാണും? ലോഞ്ചിങ് ഒരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ എയർ ഏഷ്യയുടെ വിമാനങ്ങളും കാറുകളിൽ പെയിന്റ് അടിച്ചു വന്നത്, പിന്നെ മുത്തൂറ്റുകാർ വെള്ളി നാണയം പുറത്തിറക്കിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുഖം വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സാധാരണ രജനി സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ടായിട്ട് അതിൻ്റെ ആ ലോഞ്ചിങ് ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ എല്ലാ രജനി സിനിമകളിൽ നിന്നും കൂടുതലായിട്ടുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഈ സിനിമയ്ക്കുണ്ട്. സർക്കുലേഷൻ കൂടുമോ? അതിന് സ്പെഷ്യൽ പതിപ്പായിട്ട് ഒരു കവർ പേജോടുകൂടി തന്നെ കവാലിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു മാധ്യമത്തിന് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു നടനും കൂടെയാണ് അദ്ദേഹം. ഒരു ഇന്റർവ്യൂ, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വിശദമായ ഒരു ഇന്റർവ്യൂ വിഷ്വൽ മാധ്യമത്തിനോ പ്രിന്റഡ് മാധ്യമത്തിനോ കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ. പക്ഷെ അതുപോലും നിങ്ങളെപ്പോലുള്ളവർക്ക് അതൊരു വലിയ വിഷയമല്ല, എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്ന് അത്രയ്ക്കൊരു വിട്ടുവീഴ്ചയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഞങ്ങളിപ്പോൾ അടുത്ത കാലത്ത് കുചേലൻ സിനിമയുടെ ഷൂട്ടിങ് ആലപ്പുഴ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളത് കവർ ചെയ്യാൻ പോയായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സും എല്ലാം കൂടെ സെറ്റ് കവർ ചെയ്യാനായിട്ട് പുറത്തുള്ളവരെ അനുവദിക്കുന്നില്ലായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളവിടെ ചെന്നെങ്കിലും ഒരുപാട് പാടുപെട്ടാണ് കുറച്ച് സ്റ്റിൽസ് നമുക്ക് എടുക്കാൻ പറ്റിയത്. എന്നിട്ട് അതും ഇതുപോലെ ഒരു കവർ പേജ് പ്രിൻ്റ് ചെയ്തായിരുന്നു. പഴയ കാലങ്ങളിൽ ഒരു നിബന്ധനകളില്ലായിരുന്നു, നിയന്ത്രണവും ഇല്ലായിരുന്നു. ചെന്നൈയിലെല്ലാം നമ്മൾ ലൊക്കേഷൻ കവർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പണ്ട് പത്രപ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് 30 വർഷത്തിന് മുമ്പാണ്, 85 എന്ന് തോന്നുന്നു, ഞാൻ ചെന്നൈയിൽ പ്രസാദ് സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ പോയി. ഞാൻ ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടറും ആയിട്ട് കുറച്ച് നാൾ പ്രവർത്തിച്ചായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് രജനീകാന്ത് സാറും VK രാമസ്വാമിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക പ്രസാദ് സ്റ്റുഡിയോയിൽ. അപ്പോൾ അവർ രണ്ടോട് സംസാരിക്കുന്നതിൻ്റെ 2-3 സ്റ്റിൽസ് ഞാൻ എടുത്തു.
ഏത് പത്രത്തിൽ നിന്ന് വന്നാണെന്ന് അദ്ദേഹവും ചോദിച്ചില്ല, ഞാനും പരിചയപ്പെടുത്താനായിട്ട് പോയില്ല. പക്ഷേ സ്റ്റിൽസ് എടുത്തായിരുന്നു. പക്ഷെ ആ നിയന്ത്രണമൊന്നും ഇന്ന് ഇപ്പോൾ ആ രീതിയിലൊന്നുള്ള ഒരു ഫ്രീഡം ഇല്ല. കന്യക എന്ന് പറയുന്നൊരു മാഗസിൻ്റെ എഡിറ്ററാണ്. അത് സ്ത്രീകളുടെ മാസിക തന്നെയാണ് അല്ലേ? സ്ത്രീകളാണ് അത് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. നിങ്ങളും ഈ കബാലിയുടെ ഒരു പ്രൊമോഷൻ കൊടുത്തിരുന്നു? ഇല്ല, നമ്മൾ കബാലിയുടെ അങ്ങനെ ഒരു ഫാൻ ബേസ്ഡ് ആയിട്ടൊരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. സ്ത്രീകൾക്ക് അങ്ങനെ ശരിക്കും ആരാധന ഉണ്ടോ? തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ നേരത്തെ കൃഷ്ണൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ, ഈ രജനീകാന്ത് എന്നൊരു ഫാക്ടറിനെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ 2 കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരേ സമയം പ്രതിച്ഛായയുടെ പ്രതിച്ഛായയെ വിറ്റ് അല്ലെങ്കിൽ പ്രതിച്ഛായയുടെ പുറത്ത് നിൽക്കുകയും അതേസമയം പ്രതിച്ഛായയോട് കലഹിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി നടന്മാർ പുറത്ത് ഒരു വിഗ് വയ്ക്കാതെ പ്രത്യക്ഷപ്പെടുന്ന അവർ പ്രതിച്ഛായയുടെ അടിമകളായതുകൊണ്ടാണ്. പക്ഷെ ഇദ്ദേഹം അടിമയാവുന്നത് സ്ക്രീൻ പ്രതിച്ഛായയിലാണ്. ഇദ്ദേഹത്തിന് സ്ക്രീനിൽ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുകയും പിന്നെ അതിന്റെ തന്നെ മറുവശമാണ് ഈ മാധ്യമത്തിൽ വരുന്ന വാർത്തകളുടെ കാരണം ഇദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് അധികം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ പുറത്ത് അറിയാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത ഒന്നും അങ്ങോട്ട് ഇങ്ങനെ വലുതായിട്ടില്ല. അപ്പം അദ്ദേഹം ഒരു ഓപ്പൺ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പം അത് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് സാധനങ്ങൾ ഇപ്പോൾ ബാലേന്ദ്രൻ മേനോൻ ഒരിക്കൽ എഴുതിയിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച്. ഇദ്ദേഹത്തിന്റെ പഴയ കാലത്ത് ആദ്യം ബാലേന്ദ്രൻ മേനോൻ കാണുന്നത് മുതലുള്ള ഒരു സാധനം പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, ഇദ്ദേഹം പറയപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒന്നിൽ നിന്നും ഒരു പബ്ലിക് അപ്പിയറൻസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളല്ല. ആ പബ്ലിക് അപ്പിയറൻസിൽ വരുമ്പോൾ ഒരു മാസ്ക് ഇട്ട് വരുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് ഒരു എക്സ്ക്ലൂസീവ് ചോദ്യോത്തരത്തിൽ കൂടി അറിയേണ്ട ഒരു ആവശ്യം ഒരുപക്ഷെ ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് കൗതുകം തോന്നുന്നത് ഇവർ മറയ്ക്കപ്പുറം നിൽക്കുമ്പോഴാണ്. രജനീകാന്ത് എന്നുള്ള വ്യക്തിക്കുള്ളൊരു അഡ്വാൻറ്റേജ് അദ്ദേഹം മറയ്ക്കപ്പുറത്തല്ല. പക്ഷേ ഈ രജനീകാന്തിന്റെ സിനിമകളിൽ നിന്ന് ഫാൻസ് ആവശ്യപ്പെടുന്ന ആ ഒരു മറയാണ്. അപ്പം ആ മറ ഒരുപക്ഷെ ഈ കബാലിയിൽ ഇല്ലാതെ വരുന്നതായിരിക്കാം ഒരുപക്ഷെ. സുദീപ് അടക്കം പറഞ്ഞ ഒരു പ്രശ്നം ഈ പ്രതിച്ഛായ പാരയാവുന്ന, അതായത് നമ്മുടെ നടന്മാർക്ക് അല്ലെങ്കിൽ പൊതുവിൽ നടന്മാർക്ക് പൊതു മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു ഇമേജ് പാരയാവുന്നത് പോലെ, അവർക്ക് മേക്കപ്പ് കൂടാതെ വരാൻ പറ്റാതിരിക്കുന്നത് പോലെ ഒരു പാരയാവുന്നത് പോലെ രജനീകാന്തിന് മേക്കപ്പോടെ വന്നില്ലെങ്കിൽ പറ്റില്ല എന്നതിന് ഒരു പാരയാണ് ഇമേജ്. അപ്പൊ രണ്ടിടത്തും പ്രതിച്ഛായയാണ് ഒരു വില്ലനായിട്ട് വരുന്നത്. ചർച്ച തുടരുമ്പോൾ ഒരു ഉത്സാഹം കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ രജനീകാന്ത്മാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോ 3ാമതൊരു രജനീകാന്ത് വരുന്നുണ്ട്, ഭാഷ. രജനി ഫാനാണോ? അതെ, വലിയൊരു ഫാനാണ്. ആണോ? രജനിയെ എല്ലാ വേദികളിലും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്? അതെ, ഞാൻ രജനി സാറിന്റെ ആദ്യകാല സിനിമ മുതൽ എന്തിനൻ വരെ ഉള്ള ഒരു 10 സിനിമയിലെ വേഷങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് മാറി വേദികളിൽ ചെയ്യാറുണ്ട്. ഓ, ഓക്കെ. നമുക്ക് വിശദമായി സംസാരിക്കാം. ഇരിക്കും. സുദീപ്, ഇവരൊക്കെ ഇങ്ങനെ വേഷം മാറി വരുമ്പോഴേ പഴയ കാലം ഓർമ്മ വരുന്നുണ്ടോ? സുദീപ് ഇങ്ങനെ പണ്ട് രജനീകാന്തിന്റെ സിനിമകൾ വീട്ടിൽ പോയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല, പക്ഷെ എനിക്ക് പണ്ട് പോലെ ഇഷ്ടമാണ്. 6ാം ക്ലാസ്സിൽ ഓടിക്കണം സിംഹഗർജനം എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ടായിട്ട് എനിക്ക് ഓർമ്മ ആദ്യം. അതിലൊക്കെ ഈ ജീപ്പൊക്കെ കെട്ടിയിട്ടിട്ട് കാലിലിങ്ങനെ കയറുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ ഭയങ്കര അത്ഭുതമായിരുന്നു അന്ന കാലത്ത്. പിന്നീട് അത് ഇതൊക്കെ പറഞ്ഞ ഭാഷയിലെ 2 ക്യാരക്ടറുകളും ഇങ്ങനെയുള്ള ഓരോന്ന് കാണുമ്പോഴും നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഞാൻ പണ്ടൊക്കെ ആലോചിക്കുമായിരുന്നു, എങ്ങനെയാണ് ഈ ശബ്ദമൊക്കെ കേൾക്കുന്നത്. നമുക്ക് സിനിമ കൊച്ചുകാലത്തൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ കൈ കാണിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നു, അങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ ഉള്ള എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള അത് തിയേറ്ററിൽ കാണുമ്പോഴേ അതിന്റെ സുഖം എന്താ നമ്മൾ അറിയത്തുള്ളൂ. TV-യിലോ DVD പിന്നൊന്നും കണ്ടിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ തിയേറ്ററിൽ ആ ഫാൻസിനോടൊപ്പം തന്നെ ഭയങ്കര സ്റ്റൈലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം എങ്ങനെയാണ് അത് നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെയാണ് സ്റ്റാർഡം നമ്മൾ വിളിക്കുന്നത്. രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, വലിയൊരു ആഗ്രഹമാണ്. ഇതുവരെ കണ്ടിട്ടില്ല. കമൽഹാസൻ സാറിനോട് കാണാൻ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇദ്ദേഹത്തെ ഇന്നേവരെ ദൂരെ നിന്ന് പോലെ കണ്ടിട്ടില്ല. ദിനേശ്, ആഗ്രഹമുണ്ടോ വീണ്ടും കമലഹാസനും രജനീകാന്തും അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഒരു സിനിമ വരണം? ഉറപ്പായിട്ടും. പക്ഷേ എന്താ പറയാ, നിലത്താലേ എനിക്കൊന്നും ഇനി എടുക്കാൻ പറ്റില്ല, പ്രായം കഴിഞ്ഞു പോയില്ലേ. അവർ സിംഗപ്പൂരിലെ ഒരു ടേപ്പ് കാസറ്റ് കൊണ്ട് നടക്കുന്ന, അതിൽ എന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നടക്കുന്ന ആ വിഷ്വൽസൊക്കെ ഇപ്പോഴും കൂടെ ആലോചിക്കാറുണ്ട്. എൻ്റെ മകനെ ഞാൻ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച സിനിമയാണെന്ന് പറഞ്ഞിട്ട്. കമലഹാസനും രജനീകാന്തുമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ പ്രായം വലിയ പ്രശ്നം. 65 വയസ്സെത്തിയില്ലേ.
ഇനി മലയാളത്തിലൊരു സിനിമ ഉണ്ടല്ലോ IVC സാറിന്റെ അല്ല സിനിമ പ്രായമായ അലാവുദ്ദീൻ പ്രായമായാൽ തന്നെ ഈ രണ്ട് ധ്രുവങ്ങൾ. പക്ഷെ എനിക്കത് എന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരുടെ ആ ചെറുപ്പമാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവര് തന്നെ പ്രഖ്യാപിച്ച ഇനി അങ്ങനെ ഒരു സിനിമ ആയിരിക്കാനാണ് ഉണ്ടാവില്ല സാധ്യത. എന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ ഒരു കാലത്ത് MGR എന്നൊരു പ്രതിഭാസം, അദ്ദേഹം ഒരു പരിധിവരെ സിനിമ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ? അദ്ദേഹത്തിന്റെ സിനിമകളിൽ കൂടെയാണ് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാവുകയും അടിസ്ഥാന വർഗക്കാർ മുതൽ എല്ലാവരെയും തന്റെ കീഴിലേക്ക് കൊണ്ടുവരാനും ഉപയോഗിച്ചത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി രജനീകാന്തും ഏകദേശം ആ വഴിക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ രജനീകാന്തിന്റെയും ലക്ഷ്യം ഫൈനലി രാഷ്ട്രീയം തന്നെ ആയിരിക്കാം എന്ന് നമ്മളെല്ലാം ഊഹിച്ചിരുന്നു. പക്ഷേ രജനീകാന്ത് ഒരിക്കലും രാഷ്ട്രീയം എന്നൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഈ രജനി MGR ഈ രണ്ട് പ്രതിഭാസങ്ങളെ എങ്ങനെ കാണുന്നു? ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കീഴടക്കിയത് തമിഴകത്തിന്റെ ഹൃദയമാണെങ്കിൽ ഇവർ രണ്ടുപേരും തമിഴരല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയം ഇല്ലാന്ന് പറഞ്ഞുകൂടാ. ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും, അതിപ്പോൾ ഇദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ ഒരു ഡയലോഗ് എഴുതി ചേർത്താൽ അദ്ദേഹം പറയില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഇപ്പം നേരത്തെ ദിനേശ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കമന്റിന്റെ പുറത്ത് മാത്രം ജയലളിത തോൽക്കേണ്ടി വന്നിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് രാഷ്ട്രീയം ഇല്ല എന്നല്ല, പക്ഷേ അദ്ദേഹം അതൊരു കലാകാരൻ്റെ, ഇപ്പോൾ ഇതേ ചോദ്യം ഒരുപക്ഷെ നാളെ നമ്മൾ മോഹൻലാലിനോട് ചോദിച്ചാൽ കിട്ടുന്ന ഒരു മറുപടി എന്തായിരിക്കും എന്നൊന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം കലാകാരന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന, കലാകാരന്റെ പ്രതിബദ്ധത എന്ന് പറയുന്ന ആ കലാപ്രവർത്തനമാണ്. അത് തന്നെ രാഷ്ട്രീയമാക്കി മാറ്റുന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇടപെടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് ഒരു ഇന്റർനാഷണൽ, നമ്മുടെ ഇന്ത്യയിലെ ട്രൂ ഇന്റർനാഷണൽ സ്റ്റാർ ആദ്യം ഉണ്ടായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കിട്ടിയത് രാജ് കപൂർ ആയിരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും റഷ്യയിലടക്കം ആരാധകരുണ്ടായിട്ടുള്ള. അപ്പം അവരൊക്കെ തന്നെയും അവരുടെ കർമ്മമാണ് അവരുടെ രാഷ്ട്രീയമായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ MGR പക്ഷേ രാഷ്ട്രീയക്കാരനായതിനു ശേഷം സിനിമയിൽ നിന്ന് വിടുകയാണ് ചെയ്തത്. അദ്ദേഹം കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കോൺസെൻട്രേറ്റ്. ഇപ്പോൾ ജയലളിതയാണെങ്കിലും അതിനുശേഷം, അതിപ്പോൾ NTR ആണെങ്കിലും ഇവരൊക്കെ പിന്നീട് വന്നിട്ടുള്ളത് രാഷ്ട്രീയത്തിലേക്ക് കോൺസെൻട്രേറ്റ്. പക്ഷേ രജനി അപ്പോഴും അല്ല, രജനി ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ സജീവമാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ രാഷ്ട്രീയം, ഇപ്പോൾ ഈ സിനിമ പോലും എത്ര ദളിത ഒരു കാഴ്ചപ്പാട് പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മലേഷ്യയിൽ നേരിടുന്ന, തമിഴിൽ നേരിട്ടിരുന്ന, ഇപ്പോഴും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പുതിയ തലമുറയും പഴയ തലമുറയും മലേഷ്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ മുഴുവൻ ആ സിനിമ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം ആ സിനിമകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം താരസംഘടനകളുടെ ഇഷ്യൂസ് വരുമ്പോഴും അദ്ദേഹം സൈലന്റ് ആയിട്ടിരിക്കാറല്ല ചെയ്യുന്നത്. അദ്ദേഹം ഒരു പക്ഷം കൃത്യമായും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും അതേസമയം വ്യക്തി ജീവിതത്തിലെ സൗഹൃദം കളങ്കം വരാത്ത രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫാൻസിന്റെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിലും ഏറ്റവും സജീവമായി തുടങ്ങിയ ഒരു ഫാൻസ് അസോസിയേഷൻ അദ്ദേഹത്തിനാണ്. പക്ഷെ അദ്ദേഹം സേവനത്തിന്റെ മാതൃകയിലെ ഒരു രീതിയിലേക്കാണ് അതിനെ തിരിച്ചുവിട്ടത്. അപ്പൊ അതാണ് അതിന്റെ രാഷ്ട്രീയം.